പ്രകൃതിദത്തമായ മരുന്നുകളിൽ നിന്ന് കൃത്രിമമായി പരിഷ്കരിച്ചതും ചികിത്സാപരവുമായ സൈക്കോ ആക്റ്റീവ് ഫലങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ളതുമായ വസ്തുക്കളെയാണ് നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സ് അഥവാ സിന്തറ്റിക് മരുന്നുകൾ എന്ന് പറയുന്നത്. വൈദ്യശാസ്ത്രത്തിൽ സിന്തറ്റിക് മരുന്നുകൾക്ക് ഉറക്കമില്ലായ്മയെ സുഖപ്പെടുത്താൻ കഴിയുന്ന സൈക്കോട്രോപിക് ഫലങ്ങളുണ്ട് എന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിരുന്നത്. ക്ലിനിക്കൽ പരീക്ഷണങ്ങളും മനുഷ്യ പഠനങ്ങളും പരിമിതമായതിനാൽ മിക്ക സിന്തറ്റിക് മരുന്നുകളുടെയും ഔഷധശാസ്ത്രവും മയക്കുമരുന്ന് ഫലങ്ങളും അത്ര നന്നായി അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സിന്തറ്റിക് മരുന്നുകളോട് ദുരുപയോഗം മാരകമായിട്ട് വരുന്നു എന്നുള്ളതാണ് വലിയ വാർത്ത. അതിനാൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രൊഫഷണലുകളുടെ ഉപയോഗം തേടണം. രണ്ടാമത്തെ പ്രഭാവമുള്ള പദാർത്ഥങ്ങളെ ന്യൂ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്നും പറയപ്പെടുന്നു. യഥാർത്ഥ മരുന്നിൻ്റെ ഘടനയിൽ നിന്ന് മാറ്റം വരുത്തി നിയമവിരുദ്ധ വസ്തുക്കളുടെ കൂടി ചേർത്ത് വസ്തുക്കളുടെ പ്രവർത്തനങ്ങളെ അനുകരിക്കുക എന്നതാണ് ഇവയുടെ ലക്ഷ്യം. അങ്ങനെ ചെയ്യുന്നതിലൂടെ സിന്തറ്റിക് മരുന്ന് എളുപ്പത്തിൽ കണ്ടെത്താതെ വിപണിയിൽ പ്രത്യക്ഷപ്പെട്ടും എന്നിരിക്കാം. ഈ പദാർത്ഥങ്ങളുടെ വിഷഫലങ്ങളുടെ അനിശ്ചിതത്വവും പൊതുജനാരോഗ്യത്തെ അപകടത്തിലാക്കുന്നു. നിലവിൽ ഏർലി വാർണിംഗ് സിസ്റ്റം ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് സിന്തറ്റിക് മരുന്നുകൾക്കെതിരെ. പക്ഷേ എന്നാൽ പോലും ഇത് വ്യാപകമായി എത്തുന്നു എന്നുള്ളതാണ്. ഫെനറ്റിലമൈനുകൾ, അതുപോലെ കസാബിനോയിഡുകൾ, ബെൽസോയിഡൈസ് പൈനുകൾ എന്നിവയാണ് സൈക്കോ ആക്റ്റീവ് പ്രഭാവം ചെലുത്തുന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ളത്. കന്നാബയോയിഡ്, ഡോപ്പമൈൻ, സെറോഡോണിൻ റിസപ്റ്ററുകൾ തുടങ്ങിയ നിർദ്ദിഷ്ട റിസപ്റ്ററുകൾ ഉത്തേജിപ്പിക്കപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്യുന്നു. സാധാരണയായിട്ടുള്ള സിന്തറ്റിക് മരുന്നുകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ 6-7 പ്രധാന ഘടകങ്ങൾ സിന്തറ്റിക് മരുന്നുകളിലുണ്ട്. ഈ മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു രീതി വളരെ വലുതാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഹരി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ മനുഷ്യനുണ്ട്. ഒന്നുകിൽ മദ്യം കുടിച്ചുള്ള ലഹരി കിട്ടണം, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചുള്ള ലഹരി കിട്ടണം. ചെയിൻ സ്മോക്കിംഗ് ഒക്കെ നടത്തുന്ന കണ്ടിട്ടില്ലേ, സിഗരറ്റ് വലിച്ചിട്ടുള്ള ലഹരി കിട്ടണം, അല്ലെങ്കിൽ ഗഞ്ചാവ് പോലുള്ള സാധനങ്ങൾ, MDM പോലുള്ള സാധനങ്ങൾ അടിക്കണം. ഇതൊന്നുമില്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങി കുത്തിവെക്കണം. എന്താണ് മനുഷ്യന് ഭ്രാന്താണോ എന്നുള്ളതാണ്. വളരെ കൃത്യമായ ഊന്നിയ വളരെ കൃത്യമായ മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവനവൻ്റെ ശരീരം തന്നെയാണ് അവനവൻ കുത്തിവെക്കുന്നതിലൂടെ, സിന്തറ്റിക് ഡ്രഗ് കുത്തിവെക്കുന്നതിലൂടെ സ്വന്തം ശരീരത്തെയാണ് ഇല്ലാതാക്കുന്നത്. അതൊരു തരം ആത്മഹത്യയാണ്. സൈലൻ്റ് ആയിട്ടുള്ള ഒരു ആത്മഹത്യയാണ്, സൂയിസൈഡാണ്. സൈലൻറ്റ് സൂയിസൈഡ് എന്ന് പറയാം ഈ സിന്തറ്റിക് മരുന്നുകൾ ഉപയോഗിക്കുന്നവരെ, അവർ ചെയ്യുന്ന പ്രവൃത്തിയെ. പക്ഷേ എന്ത് ചെയ്യാം, വളരെ വ്യാപകമായി ഉറക്കമില്ലെങ്കിൽ ഇത്തരം കുത്തിവയ്പ്പുകൾ എടുക്കുക. വളരെ നൈമിഷികമായ സുഖത്തിന് വേണ്ടി, നിമിഷ നേരത്തിന് സുഖത്തിന് വേണ്ടി പുരുഷന്മാരും പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ വലിയ ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികൾ കൊണ്ടുവരും. മന്ദബുദ്ധിയാവുക, തലച്ചോറിന് പ്രശ്നങ്ങൾ വരിക, അത് മാരകമായ രോഗങ്ങൾ വരിക എന്നുള്ളതൊക്കെ ഈ സിന്തറ്റിക് മരുന്നുകളുടെ ഉപയോഗത്തിൽ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ പുതിയ തലമുറയാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളുമൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ അടയാളങ്ങൾ എന്നുള്ള നിലയിൽ ഇതെല്ലാം ഉപയോഗിക്കലാണ് സ്വാതന്ത്ര്യം, എന്തും ഉപയോഗിക്കലാണ് സ്വാതന്ത്ര്യം, എന്തും പറയലാണ് സ്വാതന്ത്ര്യം, എന്തും ചിന്തിക്കലാണ് സ്വാതന്ത്ര്യം, അതിന് അതിർവരമ്പുകളില്ല എന്ന് പറയുന്നതാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ തനിക്ക് തന്നെ വരുന്ന, കഴിക്കുന്ന ആളിന് തന്നെ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അത് സമൂഹത്തിന് കാണേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായ സാമൂഹ്യ വിഷയമാണ്, സാമ്പത്തിക വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മേഖലയാണ്. ഇപ്പോൾ MDM-ഉം ഗഞ്ചാവുമൊക്കെ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുമ്പോൾ ആളുകൾ ഇനി നേരെ കുട്ടികളൊക്കെ സിന്തറ്റിക് ലഹരിയിലേക്ക്, സിന്തറ്റിക് മരുന്നുകളിലേക്ക്, സിന്തറ്റിക് ഡ്രഗ്സുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മൾ വളരെ ഭീതിയോടെ, ഭയത്തോടെ കാണേണ്ടത്.